ഇന്ത്യയിലെ വിവിധ സംഘടനയെ പക്ഷാപാതപരവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് മുദ്രകുത്തി യുണൈറ്റഡ് സ്റ്റേറ്റ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡത്തിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ ശക്തമായി തള്ളിക്കളയുകയാണ്. US ഫെഡറേഷൻ ഗവൺമെന്റ് കമ്മീഷൻ റിപ്പോർട്ട് ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം വഷളാക്കുന്നുവെന്നും അതിനെ പ്രത്യേക ഉത്കണ്ഠയുള്ള രാജ്യമായി പ്രഖ്യാപിക്കുമെന്നുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. റിപ്പോർട്ടിനെ കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി റിപ്പോർട്ട് ഇന്ത്യയെക്കുറിച്ചുള്ള വസ്തുതകളെ തെറ്റായി ചിത്രീകരിക്കുകയും പ്രചോദിതമായ ആഖ്യാനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതായി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം സംബന്ധിച്ച ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയ അജണ്ടയുള്ള ഒരു പക്ഷാപാതപരമായ സംഘടനയാണിത്. ഇത് വസ്തുതകളെ തെറ്റായി പ്രതിനിധീകരിക്കുകയും ഇന്ത്യയെക്കുറിച്ചുള്ള പ്രചോദിതമായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു, രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ക്ഷുദ്രകരമായ റിപ്പോർട്ട് സർക്കാർ തള്ളിക്കളയുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഈ റിപ്പോർട്ട് US CIRFനെ കൂടുതൽ അപകീർത്തിപ്പെടുത്താൻ മാത്രമേ സഹായിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരം അജണ്ട അടിസ്ഥാനമാക്കിയുള്ള ശ്രമങ്ങൾ തുടരുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ കമ്മീഷനോട് വക്താവ് അഭ്യർത്ഥിക്കുകയും US-നുള്ള മനുഷ്യാവകാശ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് US CIRF പ്രയോജനപ്പെടുത്തുമെന്നും നിർദ്ദേശിച്ചു. കമ്മീഷൻ രാജ്യത്ത് മതസ്വാതന്ത്ര്യത്തിൽ പക്ഷാപാതപരമായ നിലപാട് സ്വീകരിക്കുന്നുവെന്ന് ആരോപിച്ച് USRFന്റെ റിപ്പോർട്ടുകൾക്ക് ഇന്ത്യ തുടർച്ചയായ വിമർശനവും ഉന്നയിച്ചിരുന്നു. മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള US സമിതിയുടെ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾക്കെതിരെ ഇന്ത്യ സംസാരിക്കുന്നത് ഇതാദ്യമല്ല. ഇന്ത്യയുടെ സാമൂഹിക ചലനാത്മകതയെക്കുറിച്ച് ശരിയായ ധാരണയില്ല എന്നതിന് റിപ്പോർട്ടുകളെ ഗവൺമെന്റ് മുമ്പ് കുറ്റപ്പെടുത്തിയിരുന്നു. കൂടാതെ പാനൽ ഇന്ത്യ വിരുദ്ധ പ്രചരണം പ്രസിദ്ധീകരിക്കുന്നത് തുടരുകയാണെന്ന് പറഞ്ഞു. മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് US സർക്കാർ കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം പുറത്തുവിട്ട റിപ്പോർട്ടുകളിലെ കണ്ടെത്തലുകൾ തള്ളി ഇന്ത്യയുടെ വൈവിധ്യവും ബഹുസ്വരവും ജനാധിപത്യപരമായ ധാർമ്മികതയും US സർക്കാർ കമ്മീഷൻ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഇന്ത്യ കൂട്ടിച്ചേർത്തു. മതം, വിശ്വാസം എന്നീ അവകാശങ്ങളുടെ കടുത്ത ലംഘനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഉൾപ്പെടെ 17 രാജ്യങ്ങളെ പ്രത്യേക ആശങ്കയുള്ള രാഷ്ട്രങ്ങളാക്കി കണക്കാക്കാൻ ശുപാർശ ചെയ്തതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ പ്രതികരണം. USCRF വാർഷിക റിപ്പോർട്ട് ഇന്ത്യ വിരുദ്ധ പ്രചരണമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. BJP നേതൃത്വത്തിലുള്ള സർക്കാർ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ വിവേചനപരമായ ദേശീയ നയം, വിദ്വേഷം നിറഞ്ഞ ആരോപണങ്ങൾ എന്നിവ അടിച്ചേൽപ്പിക്കുകയും വർഗീയ ആക്രമണങ്ങളെ അഭിമുഖീകരിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും USCIRF റിപ്പോർട്ട് ആരോപിക്കുന്നു. മണിപ്പൂർ കലാപം, ഹരിയാന കലാപം, ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കാനുള്ള 2019 സർക്കാരിന്റെ തീരുമാനം കഴിഞ്ഞ വർഷം സുപ്രീം കോടതി ശരിവെച്ചപ്പോൾ നിരവധി കശ്മീർ നേതാക്കളെയും വിഘടനവാദികളെയും തടവിലാക്കിയതും ഉൾപ്പെടെയുള്ള വിവിധ സംഭവങ്ങളും റിപ്പോർട്ട് ഉദ്ധരിക്കുന്നുണ്ട്.